Doctor's Lab, Payoli. നിർദ്ദിഷ്ട കെയർ അലൈൻമെന്റിൽ കുടിയിറക്കപ്പെടുന്നവരുടെ ആശങ്കകൾ അകറ്റാൻ സർക്കാർ തയ്യാറാവണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടു. അതിജീവനത്തിന്റെ സമരത്തെ ബിജെപി മുന്നിൽ നിന്ന് നയിക്കുമെന്നും സമരക്കാർക്ക് ഉറപ്പ്. ശരിക്കും കേരളത്തിന് ആവശ്യമില്ലാത്തൊരു പദ്ധതിയാണ്. അതിവേഗം കേന്ദ്ര സർക്കാരിന്റെ തന്നെ പദ്ധതി വരുന്നുണ്ട് 25ഓട് കൂടിയിട്ട്. അപ്പൊ നമ്മളെല്ലാവരും ഉണ്ട്. കാരണം ഈ 3 വർഷം മുമ്പാണ് വീടിന്റെ പണി പൂർത്തിയാക്കിയത്. അതേ ഗതിയാണ് ഈ ടൗണിലൊരു കടയുണ്ടോ അത് വൈകി വെച്ചിട്ട് അതും പോകും, ആ ഷോപ്പും പോവാം. ശരി, നമ്മൾ ബി.ജെ.പി നിലയ്ക്ക് ശക്തമായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. കാരണം പലരും ഞങ്ങളെ കബളിപ്പിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും രാഷ്ട്രീയ പാർട്ടിക്കാരോട് ഈ പദ്ധതിന്റെ കാരണം ഒരു രാജ്യം പുരോഗമിക്കുമ്പോൾ അതിവേഗം ഒക്കെ വേണം. പക്ഷെ അതിവേഗം വരുമ്പോൾ ഇതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ട് കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ 4 എയർപോർട്ടുകളുണ്ട്. ഇത്ര വേഗതയിൽ പോകണമെങ്കിൽ ആ 4 എയർപോർട്ടുകൾ ഉപയോഗപ്പെടുത്താം. ഇത് മാത്രമല്ല, ഈ ബി ക്ലാസ് തലത്തിലൂടെ 25ഓട് കൂടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു പ്രൊജക്ട് വരും അതിവേഗ തീവണ്ടികൾ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ കേരയിൽ പദ്ധതിയിൽ വീടുകൾ നഷ്ടപ്പെടുന്ന 250ഓളം കുടുംബങ്ങളെ നേരിട്ട് കാണാനെത്തിയതായിരുന്നു യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ. തിക്കോടി, നന്ദി മേഖലകളിലെ കുടിയിറക്കപ്പെടുന്ന ഇരകളെ സന്ദർശിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം അതിജീവനത്തിന്റെ സമരത്തിൽ ബിജെപി ഒപ്പമുണ്ടാവുമെന്ന ഇരകൾക്ക് ഉറപ്പ് നൽകി. ബിജെപി കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് ജയകിഷൻ, സെക്രട്ടറി കെ വി സുരേഷ്, വൈസ് പ്രസിഡന്റ് CP രവി, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അബിൻ അശോക്, N ബാബു, ദിവാകരൻ തിക്കോടി, VK പ്രേമൻ എന്നിവർ പ്രഫുൽ കൃഷ്ണനെ അനുഗമിച്ചു. ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ സ്വത്തും വീടും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ആശങ്കയിലാണ് ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നത്. ബി.ജെ.പി ഒരു കാരണവശാലും കൂട്ടുനിൽക്കുന്നതല്ല. സാമൂഹിക ആഘാത പഠനം, പാരിസ്ഥിതിക ആഘാത പഠനം തുടങ്ങിയ നടത്തിക്കൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസ്യത എടുത്തുകൊണ്ട് മാത്രമേ ഇത്തരം പദ്ധതികൾക്ക് ബി.ജെ.പി കൂട്ടുനിൽക്കുള്ളൂ. ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. CPM-മായി ബന്ധപ്പെട്ട ചില പ്രത്യേക താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അലൈൻമെൻറ്റിൽ അടിക്കടി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. രീതിയിൽ കേരളത്തിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 4 എയർപോർട്ടുകൾ കേരളത്തിലുണ്ട്. അത്തരം എയർപോർട്ടുകളിലൂടെ അതിവേഗത്തിൽ എത്താനുള്ള യാത്രാ സൗകര്യങ്ങൾ കേരളത്തിന് സാധ്യമാകും. മാത്രവുമല്ല, ബി ക്ലാസ് റെയിൽവേയുടെ ബി ക്ലാസ് സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിവേഗ റെയിലിൻ്റെ പദ്ധതി കേന്ദ്ര സർക്കാർ തന്നെ നടപ്പിലാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം ജനങ്ങളുടെ കൂടെ, ഈ ആശങ്കയിൽ അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെ ബി.ജെ.പിയും യുവമോർച്ചയും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രകാശ് പയ്യോളി, ന്യൂസ് ബ്യൂറോ, പയ്യോളി ഓൺലൈൻ.